ജനഹൃദയം കീഴടക്കി നജീം കുളങ്ങരയുടെ ഒറ്റയാൾ പോരാട്ട സമരം. തെരുവുനായ വിളയാട്ടത്തിനെതിരെ കൊല്ലം തേവലക്കര സ്വദേശി നജീം നടത്തുന്ന ഒറ്റയാൾ സമര പോരാട്ടത്തിന് ആലുവയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. സ്വന്തം ജീവിത പ്രാരാബ്ധങ്ങൾ മറന്ന് ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന നജീമിനെ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ഷാൾ അണിയിച്ച് ആദരിച്ചു. തെരുവുനായ വിളയാട്ടത്തിനെതിരെ നജീം കുളങ്ങര നടത്തിവരുന്ന ഒറ്റയാൾ പോരാട്ട സമരത്തിനാണ് ആലുവയിൽ സ്വീകരണം നൽകിയത്. കൊല്ലം തേവലക്കര സ്വദേശിയായ നജീം തെരുവുനായയുടെ മുഖം മൂടി വെച്ച് മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നവംബർ 1 ആരംഭിച്ച സമര പോരാട്ടത്തിനാണ് ആലുവ ദേശത്ത് സ്വീകരണം നൽകിയത്. തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി നജീമിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തെരുവുനായകളുടെ ആക്രമണം മൂലം സമൂഹത്തിലെ സാധാരണക്കാർക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി മഴയും വെയിലും താണ്ടി ഒറ്റയാൾ പോരാട്ടവുമായി തുനിഞ്ഞിറങ്ങിയ നജീം കേരളത്തിന് മാതൃകയാണെന്ന് ജോസ് മാവേലി പറഞ്ഞു. പട്ടിണി പാവങ്ങൾക്കും സാധാരണക്കാർക്കും വഴിയിലിറങ്ങാൻ നടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അതിനെതിരെ ജനശബ്ദം ഉയർത്തിക്കൊണ്ട് ഇവിടെ ഭരണകർത്താക്കളുടെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെയും അവരെ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സുപ്രീം കോടതി അടക്കമുള്ള എല്ലാ ഭരണാധികാരികളുടെയും ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയാണ് നജീമിന്റെ ഒറ്റയാൾ പോരാട്ടം. നജീമിന്റെ ഒറ്റയാൾ പോരാട്ടം ജനഹൃദയം കീഴടക്കി മുന്നേറുകയാണ്. ഇവിടെ തെരുവുനായകളെ കൊണ്ട് പുറത്തി ഇറങ്ങാൻ വയ്യ. ഇവിടെ എങ്ങോട്ട് നോക്കിയാലും കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. തെരുവുനായക്കളെ നിങ്ങൾ മാറ്റിയേ പറ്റൂ. ഇവിടുന്ന് ഇല്ലെങ്കിൽ ഇതിനെ അപ്പുറം കാണിച്ചു കൂട്ടും. നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ പട്ടിയെ കയറ്റിക്കും. അതാണ് ചെയ്യേണ്ട കാര്യം. പിന്നെ മൃഗസ്നേഹി എന്ന് പറഞ്ഞ കുറേ എണ്ണങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളൊന്നും മനസ്സിലാക്കണം. നിങ്ങൾ വഴിയോരങ്ങളിൽ ആഹാരം കൊണ്ട് കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ ആപത്ത് നിങ്ങളാണ് അതിനെ വരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.